എങ്കിലും ലഭിച്ചാൽ മതി എന്നതായിരുന്നല്ലോ അവരുടെ അവസാന ആഗ്രഹം. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് ഈ ലഭിച്ച ഭാഗങ്ങളെങ്കിലുമൊക്കെ കൈമാറുന്ന നടപടികൾ അതിവേഗത്തിൽ നടക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട്, കാരണം MLA-മാരായ നമ്മളും മന്ത്രിമാരും റിയാസ് മിനിസ്റ്ററും ശശീന്ദ്രൻ മിനിസ്റ്ററും ഒക്കെ അവിടെ കേന്ദ്രീകരിച്ചതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ്. ഏതായാലും അദ്ദേഹവും കൂടി പല ഘട്ടങ്ങളായി നടത്തിയ ഇടപെടലുകളും ഒക്കെ ഉണ്ട്. ഇപ്പോ ഗവൺമെന്റ് സൈഡിൽ നിന്ന് അത് വേഗതയിലാക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ അർജുന്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. അവര് ആ ഒരു കാര്യത്തിൽ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മകന്റെ ഒരു ആ ഒരു അമ്മയുടെയും അച്ഛന്റെയും എങ്ങനെയാണ് ആ വൈകാരികത എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുക എന്നറിയില്ല. ആ വീട്ടിൽ പോയപ്പോഴും ആ ഒരു വൈകാരികതയോ ഒരു 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 പ്രത്യേകമായ ഒരു അനുഭവം എന്റെ മനസ്സിലുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. ഒരുപക്ഷെ ആ ഒരു തലം വല്ലാത്തൊരു തലം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യം ഒരുപാട് അവിടെ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ ആ ഉത്തരം നമ്മളെല്ലാം ഏറെ വേദനിപ്പിക്കുന്ന ഒന്നായി മാറുന്നു എന്നതിലേക്കാണ് ഷിരൂരിൽ നിന്നുള്ള വാർത്തകൾ എത്തുന്നത്. തീർച്ചയായും താങ്കളടക്കം ഒരു പക്ഷേ കുടുംബത്തിലേക്ക് ഇനിയും പോകാനുള്ള സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും ഇനിയും, കാരണം അതിനുശേഷം ആ കുടുംബജീവിതം പ്രത്യേകിച്ച് ജിതിനുമായി, കാരണം നമ്മൾ അവിടെ ഒരുമിച്ച് ആ ഒരു ബന്ധം ഒരു കുടുംബം എന്നവരെ പോലെയുള്ള ബന്ധം തന്നെയാണ്, കുടുംബം തന്നെയാണ്, എൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെയാണ്. പലപ്പോഴും രക്ഷാദൗത്യം തുടങ്ങുമ്പോഴും അതിനു മുന്നേ തൃശ്ശൂരിൽ നിന്നുള്ള സംഘം ആ ഘട്ടങ്ങളിലെല്ലാം എല്ലാ ഘട്ടത്തിലും ജിതിനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ മിനിഞ്ഞാന്നും ഞാൻ ജിതിനുമായിട്ട് സംസാരിച്ചിരുന്നു, ഇന്നിപ്പോ ജിതിനുമായിട്ട് സംസാരിച്ചിരുന്നു. ആ കോണ്ടാക്ട് ഉണ്ട്. ഏതായാലും എൻ്റെ ഒരു കുടുംബം എന്ന രീതിയിൽ തന്നെയാണ്, എൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെയാണ്, ആ ഒരു ആത്മബന്ധം തന്നെയാണുള്ളത്. തീർച്ചയായും ഇനിയും ആ വീട്ടിൽ സ്വാഭാവികമായിട്ടും പോകാതിരിക്കാൻ പറ്റില്ല, അത് പോവുക തന്നെ ചെയ്യും. വളരെ നന്ദി ശ്രീ വിജിൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയതിന് ശേഷം ജിതിനുമായി വിജിൻ സംസാരിച്ചു എന്നാണ് MLA പറയുന്നത്. അതായത് അർജുൻ്റേത് എന്ന് തന്നെ ഉറപ്പിക്കുന്ന സംഭാഷണം തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും ശാസ്ത്രീയമായ പരിശോധനകൾ കൂടി നടക്കേണ്ടതുണ്ട്. 71 ദിവസങ്ങൾക്ക് ശേഷം ആണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് ആരുടേത് എന്ന് ഉറപ്പിക്കേണ്ടത്. 3 മൃതദേഹങ്ങൾ ആണ് കണ്ടെത്താൻ, 3 പേരെയാണ് കാണാതായത്. അതിലൊരു മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചത്. അത് അർജുൻ്റേത് എന്ന് തന്നെ പറയുമ്പോൾ ശാസ്ത്രീയമായ പരിശോധനകളിലൂടെയുള്ള സ്ഥിരീകരണം കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ജനപ്രതിനിധികളും പറയുന്നുണ്ട്. സജിത്ത്